ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. ഇത് ചോറിനൊപ്പം ചപ്പാത്തിയോടൊക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. വഴുതനങ്ങ മെഴുക്കുവരട്ടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് വയലറ്റ് കളറിലെ ഉണ്ട വഴുതനയാണ്. അത് നമുക്ക് ഏത് വഴുതന വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് ഒരേ കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം വെള്ളം ഒഴിച്ച് ഒരു 10-20 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഞാനിവിടെ അരി കഴുകിയ വെള്ളം ഉണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഈ വഴുതനത്തിന് ചെറിയൊരു കാരമുണ്ട്, അത് മാറിക്കിട്ടാൻ വേണ്ടിയാണ്. അതുമാത്രമല്ല, വഴുതനങ്ങയുടെ കളറൊന്നും നഷ്ടപ്പെടാതെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും. 20 മിനിറ്റിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഈ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള അങ്ങ് കൂടുതൽ വേണ്ട കേട്ടോ, അപ്പം മെഴുക്കുവരട്ടി കുഴഞ്ഞ പരുവത്തിലായിപ്പോൾ. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സവാള ഓവർ കുക്ക് ആകണ്ട, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാവും. വളരെ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാള പെട്ടെന്ന് കുക്കായി കിട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്തിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇവിടെ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ സവാളയുടെ കളറൊന്ന് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതിയാവും, ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ക്രഷ്ഡ് ചില്ലിയാണ് കേട്ടോ. അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും ആ പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇട്ടാണ് കേട്ടോ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത്. മുളകൊന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ അരി കഴുകിയ വെള്ളത്തിലിട്ടാണ് വെച്ചിരുന്നത്. അത് നമുക്ക് 1-2 തവണ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വേണം ചേർക്കാനായിട്ട്. കണ്ടില്ലേ, അതിൻ്റെ ആ കളറൊന്നും നഷ്ടപ്പെടാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് മസാലയിൽ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ വെള്ളത്തിലൊന്നും ഇടാതെ കട്ട് ചെയ്ത ഉടനെ കഴുകി കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിലെ കാരമൊന്നും നഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ വഴുതനങ്ങ മെഴുക്കുവരട്ടിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. ഞാനിതുപോലെ മസാലയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. മസാലയും വഴുതനയും എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ വഴുതനങ്ങ ഏകദേശം 1/4 ഭാഗത്തോളം കുക്കായിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തില്ല കേട്ടോ, കാരണം വഴുതനങ്ങയിൽ അത്യാവശ്യം വെള്ളമുണ്ട്. ഇനി പോരാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ചു കൊടുത്താൽ മതിയാവും. ഉപ്പ് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രം 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം അല്പം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴുതനങ്ങ കുക്കായി വരാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുക്കായി കിട്ടും. ഹൈ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴുതനങ്ങ ഒട്ടും കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണം. ഇതിനു മുമ്പ് നമ്മൾ ചാനലിൽ കുറേ മെഴുക്കുവരട്ടി റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടിയ റെസിപ്പികളാണ് കേട്ടോ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ആവശ്യമെങ്കിൽ ആ വീഡിയോസ് കൂടി കയറി കണ്ടേക്കണേ. ഇപ്പം ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ കുറച്ച് നേരം വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതിയാവും കേട്ടോ. ഇനി അധിക സമയത്ത് കുക്ക് ചെയ്യേണ്ട, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതിന് മുളക് പൊടി അധികം ചേർക്കാതെ ക്രഷ്ഡ് ചില്ലി ചേർത്ത് തയ്യാറാക്കിയതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ മെഴുക്കുവരട്ടി. ഇനി ക്രഷ്ഡ് ചില്ലി ഇല്ലാത്തവർക്കും മുളക് പൊടി ചേർത്ത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നമ്മുടെ വഴുതനങ്ങ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കുവരട്ടിയാണ്. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.